So guys, good morning. Today start with the importance of love. ഒരു ഓൾഡ് സോങ് ആയിട്ട് തുടങ്ങാം. നല്ല സോങ് ഐ ലവ് വെരി മച്ച്. താലിക്കുരുത്തോല പീരിക്കുരുത്തോല താഴ്വര കെട്ടിലെ പൊന്നോല പൊന്നോല കെട്ടി പൂപ്പന്ത് കെട്ടി പണ്ടി മാറിലെറിഞ്ഞു കളിച്ചൊരു പന്തു കളിക്കാരാ. പന്തു വേണോ ഒരു പന്തു വേണോ. സ്റ്റാർട്ട് വിത്ത് എ സ്റ്റോറി. ഞാൻ വായിച്ചൊരു കഥയാണിത്. നമ്മൾ കുഞ്ഞുങ്ങളോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി. സ്നേഹം ഇമ്പോർട്ടൻ്റ്. നമുക്ക് വാരി വിതറാവുന്ന സ്നേഹം എന്തിനാ അത് പിശുക്കുന്നേ? അത് മാത്രമേ നമുക്ക് ഒരാൾക്ക് വെറുതെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമേ എല്ലാവരും എപ്പോഴും ഓർക്കത്തുള്ളൂ. അപ്പം ഒരിടത്തൊരു പോട്ടർ ഉണ്ടായിരുന്നു. അയാൾക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മൂത്ത കുട്ടിക്ക് പെട്ടെന്നൊരു ദിവസം ഒരു വയറുവേദന വരുന്നു. അത് അപ്പൻഡിസൈറ്റിസ് ആണ്. അപ്പൻഡിസൈറ്റിസ് സമയത്തിൽ ചികിത്സിച്ചില്ല, ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ നമ്മൾ മരിച്ചു പോകും. ഈ കുട്ടി അങ്ങ് മരിച്ചു പോകുന്നു. അതോടെ ഇയാൾ ഡിപ്രസ്ഡ് ആവുന്നു. ഇയാളുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോകുന്നു. ഇയാൾ വെള്ളം അടിച്ച് കയ്യിലുള്ള വസ്തുക്കളെല്ലാം നശിപ്പിച്ച് വീടും പോയി കാറും പോയി എല്ലാം പോയി ഡെയിലി വെള്ളം അടിച്ച് ഇയാൾ ഇങ്ങനെ നടക്കും. ഒരു ദിവസം പെട്ടെന്ന് ഇയാളുടെ ഒരു കൂട്ടുകാരൻ ഓർക്കുകയാണ് ഇയാളെ പറ്റി. ഇയാൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്. ഒരു സുപ്രഭാതത്തിൽ വെള്ളം അടിച്ച് ഇയാൾ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ കൂട്ടുകാരൻ വന്നിട്ട് ഇയാളുടെ കുട്ടിയെ നോക്കുകയാണ്. അപ്പം ഈ വെള്ളം അടിച്ച് നടന്ന സമയം അത്രയും ഈ കുട്ടിയും ഇയാളും മാത്രമായിരുന്നു വീട്ടിൽ. അപ്പോൾ പക്ഷെ ഈ കുട്ടിയിൽ കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം, ദയവ് നന്നായിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയിൽ അവൻ്റെ കുട്ടിയെ ഈ അപ്പൻ മരിച്ചു, അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ഈ മിച്ചമുണ്ടായിരുന്ന ഈ കുട്ടി അവൻ്റെ കുട്ടികളോട് നല്ല രീതിയിലായിരുന്നു, നല്ല ദയവോടും നല്ല സംസ്കാരത്തോടും ഒക്കെ ആയിരുന്നു പെരുമാറിയിരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ചിന്തിച്ചു, ഇവൻ എവിടെ നിന്ന് ഇത് കിട്ടി? അപ്പോൾ ഈ ഫ്രണ്ട് അയാളുടെ മരണശേഷം ഈ കുട്ടിയോട് ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ ചെന്ന് ചോദിക്കും, നീ എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്? അപ്പോൾ ആ കുട്ടി പറയും, അത് എന്നും രാത്രി അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട്, നല്ല ബോധമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഹി യൂസ് ടു ടെൽ മീ ലൈക്ക്, ഇങ്ങനെ പറയും എന്നോട്, എന്താ, ഐ ലവ് യു മൈ സൺ, ഐ ലവ് യു, ഐ ലവ് യു. അയാൾ ഇത്രയും വെള്ളം അടിച്ച് അയാളുടെ കയ്യിൽ നമുക്ക് തോന്നും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളൊന്നും സേവ് ചെയ്ത് വെച്ചില്ല കുട്ടിക്ക് വേണ്ടി. എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചോ? ഇല്ല, സേവ് ചെയ്തത്. ഹി വാസ് എ ബിഗ് സീറോ. ബട്ട് ഞാൻ വിചാരിക്കുന്നു അയാൾ കൊടുത്തിട്ട് പോയ ഏറ്റവും വലിയ ഒരു ധനമാണ് ദയവ്. മറ്റു മനുഷ്യരോട് ദയവായിട്ട് പെരുമാറാൻ കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമാണ്. അപ്പോൾ അവർ വേദനിപ്പിക്കാൻ മടിക്കും. So guys, bye bye. We'll meet again.